നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഒരു റിവിഷനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അക്കാദമിക് ആൻഡ് സോഷ്യൽ ലാംഗ്വേജ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റും നോട്ട്സൊക്കെ ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഈ അക്കാദമിക് ആൻഡ് സോഷ്യൽ ലാംഗ്വേജ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ചാപ്റ്ററാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസിനെ കുറിച്ചിട്ടാണ് കുറച്ചുകൂടെയും ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞിരുന്നത് അല്ലേ. അതായത് നമുക്ക് ഓരോ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ലാംഗ്വേജിൻ്റെ മീനിങ്, കോൺസെപ്റ്റ്, ഡെഫിനിഷൻ, എയിം, അങ്ങനത്തെ ഒരുപാട്, അതായത് ലാംഗ്വേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫങ്ഷൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഓവറോൾ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് രീതിയിലുള്ള, അതായത് ഫസ്റ്റ് നമ്മൾ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ലാംഗ്വേജിനെ കുറിച്ചാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ മീനിങ്, കോൺസെപ്റ്റ്, ഡെഫിനിഷൻ, എയിംസ്, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഫങ്ഷൻസ്, ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മളതിൽ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഹോം ലാംഗ്വേജ്, സ്കൂൾ, അതേ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജിനെ കുറിച്ച്, അതായത് നമ്മൾ ഓരോ സിറ്റുവേഷനിലും നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ഉണ്ട് അല്ലേ. അപ്പം അതനുസരിച്ചിട്ട് ഹോം ലാംഗ്വേജ് ഉണ്ട്, അതുപോലെ സ്കൂൾ ലാംഗ്വേജ് ഉണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഹോം ലാംഗ്വേജ്, സ്കൂൾ ലാംഗ്വേജ്, ഈ ഒരു കാര്യം എക്സാമിന് പലപ്പോഴായിട്ട് 5 മാർക്സിനൊക്കെ ചോദിച്ച് കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോം ലാംഗ്വേജ് ആൻഡ് സ്കൂൾ ലാംഗ്വേജ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. നന്നായിട്ട് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിങ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരു 4 എക്സ്പ്ലെയിൻ ചെയ്യാൻ, അങ്ങനെയൊക്കെ എസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഡ്രാമ, എസ്, സ്റ്റോറി ടെല്ലിംഗ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, പിയർ ട്യൂട്ടറിങ്, അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജീസ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ മെയിനായി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് കാര്യങ്ങളെ കുറിച്ചിട്ട്, അതായത് നെറേറ്റീവ് ടെക്സ്റ്റ്, എക്സ്പോസിറ്ററി ടെക്സ്റ്റ്, ട്രാൻസാക്ഷണൽ ടെക്സ്റ്റ്, റിഫ്ലക്റ്റീവ് ടെക്സ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ ലാംഗ്വേജ് വേഴ്സസ് അക്കാദമിക് ലാംഗ്വേജ് എന്നുള്ള കോൺസെപ്റ്റ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബിഗ് സ്കിൽസും കാൽപ് സ്കിൽസും ചോദിക്കാറുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ നടത്താം. അതൊക്കെ ഓരോന്ന് എന്താണ്, അല്ലെങ്കിൽ ആ ഭാഗത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള പോലെ. ഓക്കെ, PPT ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും അത് ഓപ്പൺ ചെയ്തിട്ടിരിക്കാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അക്കാദമിക് ആൻഡ് സോഷ്യൽ ലാംഗ്വേജ്. ഇതാണ് കീ ടോപ്പിക്സ്, ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ലാംഗ്വേജ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അല്ലേ. അപ്പോൾ ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമുക്കൊരു ബേസിക്കലി ഒരു ഹാബിറ്റ് ഫോർമേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കുക മീൻസ് നമ്മളൊരു പുതിയ ഹാബിറ്റ് പഠിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. അപ്പം നമ്മളിപ്പം ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ അതൊരു പ്രിസം പോലെയാണ്. അതായത് പ്രിസം നമുക്കറിയാം അല്ലേ, നമ്മൾ റിഫ്ലക്ട്, അതായത് നമ്മൾ അത് ലൈറ്റ് വന്നിട്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് ലൈറ്റ് വരും പ്രിസത്തിലൂടെ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഇപ്പം ഈ റിഫ്ലക്ഷൻ അങ്ങനത്തെ കോൺസെപ്റ്റൊക്കെ. അപ്പം അതുപോലെ തന്നെ ലാംഗ്വേജ് എന്താണ്, ഒരു പ്രിസം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് എത്രത്തോളം പഠിക്കുന്നു, അപ്പോൾ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ലാംഗ്വേജ്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ തോട്ട്സ്, വ്യൂസ്, നമ്മുടെ ഓരോ കാര്യങ്ങൾ, അതായത് മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു പർപ്പസാണ് ലാംഗ്വേജിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മളിപ്പം സംസാരം കൊണ്ട്, നമ്മുടെ സൗണ്ട് വെച്ചിട്ട്, നമ്മൾ ഡിഫറെൻറ്റ് വേർഡ്സ് വെച്ചിട്ട്, അപ്പോൾ ഡിഫറെൻറ്റ് ടോൺ വെച്ചിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മീനിങ് ഓഫ് ലാംഗ്വേജ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിങ്ങൾ ഇതാണ് കേട്ടോ എഴുതേണ്ടത്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും അങ്ങനെ റൈറ്റ് മീനിങ് ഓഫ് ലാംഗ്വേജ് അങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ ഒരിക്കലും വരില്ല. ഇത് എസ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അതിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, സിനോപ്സിസിൻ്റെ കാര്യം. അപ്പം നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എസ്സേയിൽ ഫസ്റ്റ് എഴുതേണ്ട ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ലാംഗ്വേജ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എഴുതാം. അതുപോലെ മീനിങ് ഓഫ് ലാംഗ്വേജിൽ നിങ്ങൾ എഴുതേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ വേർഡ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇറ്റ്സ് എ ഹാബിറ്റ് ഫോർമേഷൻ പ്രോസസ്, ഇറ്റ്സ് ലൈക്ക് എ പ്രിസം, ഇറ്റ്സ് ഹെൽപ്പ് ടു എക്സ്പ്രസ് അവർ ഫീലിങ്സ്, ഇമോഷൻ, ഇങ്ങനത്തെ പോയിൻറ്റ്സൊക്കെ 2-3 പോയിൻറ്റ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോൺസെപ്റ്റ് ഓഫ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താണ്, മൈൻഡിൻ്റെ ഒരു മിറർ പോലെയാണ്. അതായത് നമ്മുടെ മനസ്സിൽ നമ്മളിപ്പോൾ ചിന്തിക്കണമെങ്കിൽ പോലും നമുക്കൊരു ലാംഗ്വേജ് വേണമെന്ന് പറയും. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണുള്ളത്, നമ്മുടെ തോട്ട്സ്, കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ത്രൂ ലാംഗ്വേജിലൂടെയാണ്. അപ്പം ഹ്യൂമൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു ലാംഗ്വേജ് എന്നുള്ളൊരു കാര്യം. മനുഷ്യന്മാരാണ് ഈ കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്കൊരു സ്കില്ലാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ, അതായത് ഇതിൽ ഏത് ചാപ്റ്ററിൽ നിങ്ങൾക്ക് എല്ലാ പോയിൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ.
അപ്പോൾ എന്താണ് മനുഷ്യന്മാർ ഓരോരോ ലെറ്റേഴ്സ് വെച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുന്നു, അതിനെ ഇപ്പോൾ നല്ല ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ എന്താണ് ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ കൂടെ ഭാഗമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ പർപ്പസ് എന്നുള്ളൊരു കാര്യമാണ്. ആ കമ്മ്യൂണിക്കേഷൻ തന്നെ നമ്മൾ സ്പീക്കിങ്ങിലൂടെ റൈറ്റിങ്ങിലൂടെ ഒക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നത് കുറച്ച് പോയിന്റ്സ് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുന്ന ഒരു കാര്യമാണ് ഡെഫിനിഷൻ ഓഫ് ലാംഗ്വേജ്. അത് വളരെ നല്ലതാണ് നിങ്ങളൊരു ഡെഫിനിഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ബിക്കോസ് മാർക്സ് ഒക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ചെറിയ 1-2 ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. അപ്പം അതിനിപ്പം ഫുള്ളായിട്ട് കൃത്യമായിട്ട് എഴുതണമെന്ന് വെച്ചാൽ ഇല്ല, ഏകദേശം അതൊക്കെ ഒപ്പിച്ചൊക്കെ ഒന്ന് എഴുതി ഏതെങ്കിലും ഒരു സോഷ്യോളജിസ്റ്റിനൊക്കെ പേര് എഴുതിയിട്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡെഫിനിഷൻ എഴുതുക. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഡെഫിനിഷൻ തന്നെ വേണമെന്നില്ല, ഗൂഗിൾ ചെയ്തിട്ട് ചെറിയ എന്തെങ്കിലും ഡെഫിനിഷൻ കിട്ടുമല്ലോ, അത് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഹോളിൻ്റെയും അതുപോലെ സ്ക്വയറിൻ്റെ ഒക്കെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഒക്കെ വായിച്ചാൽ മനസ്സിലാവുന്ന സിമ്പിൾ ഡെഫിനിഷനാണ് കേട്ടോ. അതായത് ഹോള് പറയുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഹ്യൂമൻ ബീയിങ്സ് കമ്മ്യൂണിക്കേഷനാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, അവരുടെ ഡിഫറെൻറ്റ് ഓറൽ ഓഡിറ്ററി സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. അതേ കാര്യം തന്നെയാണ് സ്ക്വയറും പറയുന്നത്. ഹ്യൂമൻ തോട്ട്സ്, ഫീലിങ്സ്, വിഷസ് ഇതൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലാംഗ്വേജ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെയാണ് സ്ക്വയർ പറയുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കണം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ്. ഇത് 5 മാർക്സിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എയിംസ് ഓഫ് ലാംഗ്വേജ് അതുപോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ഒക്കെ 5 മാർക്സ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് തന്നെ പഠിക്കണം. അപ്പം എയിംസ് ഓഫ് ലാംഗ്വേജ് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പോൾ മെയിൻ എയിംസ് ഓഫ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുകയാണ്, അതിൻ്റെ എന്ന് വെച്ചാൽ അതിന് ഒരുപാട് യൂസസ് ഉണ്ട്. അത് മെയിനായിട്ട് എന്താണ്, കമ്മ്യൂണിക്കേഷനാണ്. ആൻഡ് ആക്ച്വലി എന്താണ്, ഇതൊരു സ്കില്ലും കൂടിയാണ്. ഡിഫറെൻറ്റ് ലാംഗ്വേജ് പഠിക്കുക എന്ന് വെച്ചാൽ അയാൾക്ക് അത്രയും സ്കില്ലുണ്ടെന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. അപ്പം അത് സ്കില്ലും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ സ്റ്റഡീസിനൊക്കെ ഇങ്ങനെ ഡിഫറെൻറ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് അറിയാമെന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. ഇപ്പോൾ പല കൺട്രീസും ഇൻടേക്ക് എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അവരുടെ ലാംഗ്വേജ് ഉള്ളവർക്ക് അവർ പ്രിഫറൻസ് കൊടുക്കും. ബിക്കോസ് ആ കൺട്രിയിൽ ജീവിക്കുമ്പോൾ ആ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്കത് ബെനിഫിറ്റാണ്. അതുപോലെ നമുക്ക് പുറത്ത് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാനും ജോലി കിട്ടാനും ഒക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് ബിസിനസ്സൊക്കെ നമ്മളിത് വേറെ കൺട്രിയിൽ പോയി നമുക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾ പറ്റിക്കൊള്ളാൻ ചാൻസ് കൂടുതൽ. ബിക്കോസ് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ചതിക്കാനുള്ള ചാൻസ് കൂടുതൽ. പക്ഷേ ലാംഗ്വേജ് അറിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മുടെ ബിസിനസ് ഡിഫറെൻറ്റ് കൺട്രീസിൽ വളർത്താനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മറ്റ് ആളുകളുടെ കൾച്ചർ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താണ്, ആക്ച്വലി ഒരു സ്ഥലത്തിൻ്റെ കൾച്ചറും കൂടിയാണ് ആ ലാംഗ്വേജിൽ കൂടെ നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് കൾച്ചേഴ്സിനെ കുറിച്ച് അറിയാനും ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കാനും അവരെക്കുറിച്ചൊക്കെ ബോധം ഉണ്ടാവാനും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനൊക്കെ ഈ ഒരു ലാംഗ്വേജ് ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ മെയിൻ എയിമാണ് ലാംഗ്വേജിൻ്റെ. സോ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് അറിയുന്ന പോയിൻറ്റ്സൊക്കെ വെച്ച് നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് വെച്ച് നമുക്കറിയാവുന്ന പോലെ തന്നെ, അതായത് എന്തിനാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, മെയിനായിട്ട് എന്തിനാണ്, കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. നമ്മൾക്ക് ഐഡിയാസും ഒപ്പീനിയൻസ് ഇൻഫർമേഷനും നമ്മുടെ തോട്ട്സ് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് അറിയാൻ, നമുക്ക് ഡിഫറെൻറ്റ് കാര്യങ്ങൾ പറയാൻ, നമ്മുടെ ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്യാൻ, റിട്ടേൺ ടെക്സ്റ്റ് എഴുതാൻ, ഇതൊക്കെ നമുക്ക് എന്ത് വേണം, ലാംഗ്വേജസ് വേണം അല്ലേ. അപ്പം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാംഗ്വേജ്, ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓർത്ത് വയ്ക്കുക. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇത് ഭയങ്കര ഷോർട്ടായിട്ട് അതായത് ഈ സെയിം പോയിൻറ്റ്സ് തന്നെയാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലാംഗ്വേജ് വെച്ചാൽ എന്താണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സിമ്പിൾസ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ലാംഗ്വേജ് ഈസ് ഓൾവേസ് ചേഞ്ചിങ് എന്ന് പറയുന്നുണ്ട്. അതായത് ലാംഗ്വേജ് നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് പുതിയ വേർഡ്സ് അതിൽ വരും, ഡിഫറെൻറ്റ് പ്രൊണൗൺസിയേഷൻസ് കാര്യങ്ങളൊക്കെ വരും. അപ്പം ഓരോ കൺട്രി വെച്ചിട്ട് പ്രൊണൗൺസിയേഷനും സ്പെല്ലിംഗ് ഒക്കെ മാറ്റുന്നുണ്ടല്ലേ. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്കിൽ 56 ഓക്കെ. അതുപോലെ തന്നെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ലാംഗ്വേജും യൂണീക്കാണ് അല്ലേ. ബിക്കോസ് ഓരോ ലാംഗ്വേജ് അതിൻ്റെ ഗ്രാമർ ഉണ്ട്, അതിൻ്റെ ഒരു പ്രൊണൗൺസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലാംഗ്വേജ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ തോട്ട്സ് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി, എഴുതാൻ വേണ്ടിയിട്ട്, ക്രിയേറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളതിൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാംഗ്വേജിൽ.
അപ്പം അതിൽ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ലാംഗ്വേജ് സിസ്റ്റമാറ്റിക് എന്നുള്ളത് എന്താണ്, നമ്മളത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഏതൊരു ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ, മലയാളം എടുക്കുകയാണെങ്കിൽ മലയാളത്തിനൊരു ഗ്രാമറില്ലേ, ഇംഗ്ലീഷിനൊരു ഗ്രാമറില്ലേ, അതായത് ഒരു എങ്ങനെ അത് പ്രൊണൗൺസ് ചെയ്യണം, എങ്ങനെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതണം, അതിന് പ്രത്യേകിച്ച് ഗ്രാമർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ലാംഗ്വേജ് സിസ്റ്റമാറ്റിക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ലാംഗ്വേജസ് ആർബിട്രറി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറയുകയാണ് ഇതൊരു ട്രീ ആണെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആ ഒരു ട്രീ എന്നുള്ള വേർഡ് വരാൻ അതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊന്നും, ബിക്കോസ് അത് ഓൾറെഡി അത് ട്രീ എന്നുള്ളൊരു പേരുണ്ടാക്കിയത് കൊണ്ട് നമ്മളൊരു സാധനത്തിന് ട്രീ എന്ന് വിളിക്കുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ ഓരോ ലാംഗ്വേജ് അപ്പം അതിന് പ്രത്യേകിച്ച് ആ ഒരു വേർഡും അതും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, പക്ഷേ അത് ഓൾറെഡി അങ്ങനെയാണ് അത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു സ്ത്രീ, മലയാളത്തിൽ നമ്മൾ സ്ത്രീ എന്ന് പറയും, ഇംഗ്ലീഷ് നമ്മൾ വുമൺ എന്ന് പറയും, അതുപോലെ തന്നെ ഉറുദുവിൽ ഔറത്ത് എന്ന് പറയും, പേർഷ്യൽ സെൻ എന്ന് പറയും. ഇതൊക്കെ എന്താണ്, ആ ഒരു സ്ത്രീയെയാണ് നമ്മൾ ആ ഒരു വേർഡ് കൊണ്ട് പറയുന്നത്, വുമണിനെയാണ് നമ്മൾ ആ വേർഡ് കൊണ്ട് പറയുന്നത് അല്ലേ. പക്ഷേ അത് ഓരോ ലാംഗ്വേജിലും ഡിഫറെൻ്റ് അല്ലേ. അപ്പം അതൊരിക്കലും അതിനൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാത്തിലും ഇത് അങ്ങനെയല്ല, അത് ഓരോ ലാംഗ്വേജ് അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് സിമ്പിൾസ് കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ലാംഗ്വേജ് ഉണ്ടായത്. അതായത് ലാംഗ്വേജിൽ ഇപ്പോൾ ഒരു കോമ ഇട്ടാൽ, ഒരു കുത്തി, അതിലൊക്കെ എന്തുണ്ട്, മീനിങ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളതിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ ബാക്കി പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സിമ്പിൾ പോയിൻറ്റ്സ് തന്നെയാണ്. ഓക്കെ, അപ്പം അതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പം ജസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം. യെസ് 5 മാർക്സിന് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമായിട്ടൊക്കെ ചോദിക്കും. ഓക്കെ, ബിക്കോസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ്. അതുപോലെ എയിമൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിക്കണേ. അതായത് ഹെഡിങ്സ് പഠിക്കുക. ഇപ്പോൾ ഇതിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഹെഡിങ് താഴെ നിങ്ങൾ അത് റിലേറ്റ് ചെയ്ത് എന്തെഴുതിയാലും കുഴപ്പമില്ല, പക്ഷേ ഹെഡിങ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് ആണ് നമ്മൾ പറയുന്നത്. അപ്പം മെയിനായിട്ട് 3 ഫങ്ഷനാണ്, ബേസിക് ഫങ്ഷനായിട്ട് 3 ഫങ്ഷനാണ് ലാംഗ്വേജിലുള്ളത്. ഇൻഫോർമേറ്റീവ് ലാംഗ്വേജ് ഫങ്ഷൻ ഉണ്ട്, എക്സ്പ്രസീവ് ലാംഗ്വേജ് ഫങ്ഷൻ ഉണ്ട്, ഡയറക്റ്റീവ് ലാംഗ്വേജ് ഫങ്ഷൻ ഉണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള 3 ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ അല്ലേ, ഇപ്പോൾ ഇൻഫോർമേറ്റീവ് എന്ന് വെച്ചാൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന പോലെ, അതായത് ഇപ്പോൾ പ്ലാനറ്റ്സ് റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. അതുപോലെ ബ്ലഡ് ഗ്രൂപ്പ്സ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആർ 8, അതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന നമുക്ക് ലാംഗ്വേജിലൂടെയാണ് നമുക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ എക്സ്പ്രസീവ്, ഒരു കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഒരു റൈറ്റർ അയാളുടെ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സിമ്പിൾസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ രീതിയിൽ ആ ഫീലിങ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. സോ അപ്പം അതൊക്കെയാണ് ഒരു എക്സ്പ്രസീവ് ലാംഗ്വേജ് ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ആഡ് കണ്ടിട്ടാണ് പലരും പല പ്രൊഡക്റ്റും ട്രൈ ചെയ്യുക അല്ലേ. നമ്മൾ ഈ ഒരു ടി വിയിലോ ഫോണിലൊക്കെ ആഡ് കണ്ടിട്ടാണ്. ബിക്കോസ് അതെന്താണ്, ആളുകളിലേക്ക് ഒരു കാര്യം ചിന്തിക്കാൻ, അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ഒന്ന് അതൊന്ന് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലാംഗ്വേജ് ത്രൂ നമുക്ക് പറ്റും. പിന്നെ ഡയറക്റ്റീവ് ലാംഗ്വേജ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു ആക്ഷൻസ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയി, ഇപ്പോൾ കമാൻഡ്, റിക്വസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ത്രൂ ലാംഗ്വേജിലൂടെ ഒരാളിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് റൂൾസ് ഉണ്ട് അല്ലേ, സീറ്റ് ബെൽറ്റ് ഇട്ട് ഓടിക്കണം, ഹെൽമെറ്റ് ഇട്ട് ഓടിക്കണം എന്നൊക്കെ. അപ്പം അതൊക്കെ എന്താണ്, ഓരോ കമാൻഡ്, അതൊക്കെ ലാംഗ്വേജ് ത്രൂ അല്ലേ കൊടുക്കുന്നത്. അതാണ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ പറയുന്നതാണ് 6 ഫങ്ഷൻസ് ലാംഗ്വേജ് ഡിഫൈൻഡ് ബൈ റോമൻ ജേക്കബ്സൺ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റോമൻ ജേക്കബ്സൻ്റെ ഒരു റഷ്യൻ അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ 6 ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയും അത് 5 മാർക്സിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, സോ റെഫറൽ ഫങ്ഷൻ ഉണ്ട്, പോയിന്റ് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് കൊഗ്നിറ്റീവ്, ഫാറ്റിക് ഫങ്ഷൻ ഉണ്ട്, മെറ്റാലിംഗ്വിസ്റ്റിക് ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് റോമൻ ജേക്കബ്സൻ്റെ രീതിയിൽ ഈ ഒരു 6 ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ്സ് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഹെഡിങ്സ് അതുപോലെ തന്നെ പഠിക്കണം. ഈ 6 ഫങ്ഷൻസ് നമുക്ക് അതുപോലെ തന്നെ അറിയണം. ഓക്കെ, സോ അപ്പോൾ അതാണ് അതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ നോർമലി നമുക്കറിയാവുന്ന പോലെ ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജിൽ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ.
നമുക്കത് ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യാം, മെയിനായിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഓരോ ആളുകൾക്കും അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ എന്താണ് നമുക്ക് ഈ ഒരു ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, കൾച്ചറൽ ഐഡൻറ്റിറ്റി, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ നമുക്ക് എന്ത് വേണം, ലാംഗ്വേജ് വേണം. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അതിലെഴുതിയാൽ മതി. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷനിൽ മെയിനായിട്ട് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഹോം ലാംഗ്വേജും സ്കൂൾ ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എസ്എ ക്വസ്റ്റ്യന് പലപ്പോഴായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഒരു പ്രൊഫിഷ്യൻസി ഓഫ് ഹോം ലാംഗ്വേജ് ആൻഡ് സ്കൂൾ ലാംഗ്വേജ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ നമുക്കറിയാം, ലാംഗ്വേജ് എന്ന് വെച്ചാൽ മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ പർപ്പസിനാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അത് മേ ബി ടെലോഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ ആവാം, നമ്മുടെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആവാം, റിട്ടേൺ ടെക്സ്റ്റ് ആവാം. ഇതിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജ് എന്നുള്ള ഒരു കാര്യം യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഹ്യൂമൻസിൻ്റെ ഇമോഷൻസ്, ഫീലിങ്സ്, ഐഡിയാസ്, തോട്ട്സ്, വ്യൂസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് വേണം. അപ്പോൾ നമ്മുടെ ഒരു മൈൻഡ് റിഫ്ലക്ഷൻ കൂടിയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷനിൽ എഴുതാം കേട്ടോ. അപ്പം ഈ ഒരു ഹോം ലാംഗ്വേജ്, ഒരു സ്കൂൾ ലാംഗ്വേജ് നമ്മളൊരു എസ്സേ ചോദിക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് നിങ്ങൾ ഇതാണ് എഴുതുന്നത്. സിനോപ്സിസിൽ നിങ്ങൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എഴുതുമല്ലോ, അതിൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഡയറക്റ്റ് ഈ ഫസ്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഹോം ലാംഗ്വേജ് തുടങ്ങാതെ നിങ്ങൾ എന്ത് ചെയ്യണം, മീനിങ് ഓഫ് ലാംഗ്വേജ് എഴുതണം, ഡെഫിനിഷൻ ഓഫ് ലാംഗ്വേജ് എഴുതണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ട് ഹോം ലാംഗ്വേജും അതുപോലെ തന്നെ അതിനുശേഷം സ്കൂൾ ലാംഗ്വേജ് എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഒരിക്കലും എസ്സേ എന്താണോ എസ്സേ ചോദിച്ചത് അത് മാത്രമല്ല, അത് ബേസ് ചെയ്തിട്ടുള്ള ഇൻട്രൊഡക്ഷനും മീനിങ് ഡെഫിനിഷനൊക്കെ എഴുതിയതിന് ശേഷം മാത്രം എസ്സേ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങളൊരു 4ാമത്തെ ഹെഡിങ് ആയിട്ടപ്പോൾ ഏതാ വരിക, ഈ ഫസ്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഹോം ലാംഗ്വേജ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വരിക. പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മളതിന് ഒരുപാട് പേരിൽ വിളിക്കും. ഫസ്റ്റ് ലാംഗ്വേജ്, മദർ ടങ്, അതുപോലെ തന്നെ ഹോം ലാംഗ്വേജ്, നേറ്റീവ് ലാംഗ്വേജ്, വെർണാക്കുലർ ലാംഗ്വേജ്, L1, ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫസ്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഹോം ലാംഗ്വേജിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹോം ലാംഗ്വേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലേ, ഒരാളുടെ വീട്ടിൽ അയാൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചുറ്റുപാടുന്ന് പഠിക്കുന്നതാണ് ഹോം ലാംഗ്വേജ്. അത് പ്രത്യേകിച്ച് ട്രെയിനിങ് കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ കുട്ടിയുടെ മൈൻഡ് ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ കുട്ടി ഒബ്സർവ് ചെയ്തിട്ടാണ് പാരൻസ് എന്താണ് സംസാരിക്കുന്നത്, നെയ്ബേഴ്സ്, സിബ്ലിങ്സ്, സ്കൂളിൽ നിന്ന് കുട്ടികൾ, അതൊക്കെ വെച്ചിട്ടാണ് കുട്ടികൾ ഒരു ഹോം ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹോം ലാംഗ്വേജ് പലപ്പോഴും അതൊരു മദർ ടങ് ആവാനാണ് ചാൻസ് കൂടുതലും. ഇപ്പോൾ പല മക്കളും ഇപ്പോൾ അബ്രോഡൊക്കെ ജനിച്ച് വളരുന്ന കുട്ടികൾ മേ ബി അവിടുത്തെ ഒരു ലാംഗ്വേജിൽ ഇൻഫ്ലുവൻസ് ആയേക്കാം. നോർമലി നമ്മുടെ നാട്ടിലെ കുട്ടികൾ അവിടുത്തെ ഏത് ലാംഗ്വേജ് ആണോ അത് പഠിക്കാനാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജിന് ഒരുപാട് നെയിംസിൽ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ആ നെയിംസൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ പോയിൻറ്റ്സ് ആക്കിയിട്ട് എഴുതാം. പിന്നെ അതിൽ പറയുന്ന കാര്യമാണ് ഒരു സിഗ്നിഫിക്കൻസ് ഓഫ് ഫസ്റ്റ് ലാംഗ്വേജ്. ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതായത് നമ്മൾ വേറെ ഏത് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിലും നമ്മളതൊരു എഫേർട്ട് എടുത്ത് പഠിക്കണം അല്ലേ. നമ്മൾ ഭയങ്കര എഫേർട്ട് എടുത്ത് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഗ്രാമറൊക്കെ നോക്കി ഒരാൾ അങ്ങനെയൊക്കെ പഠിക്കണം. പക്ഷേ ഫസ്റ്റ് ലാംഗ്വേജ് വെച്ചാൽ ഒരാൾക്ക് ഈസി ആയിട്ട് വിത്തൗട്ട് എനി എഫേർട്ടിലൊക്കെ പഠിക്കാൻ പറ്റുന്നതാണ് ഫസ്റ്റ് ലാംഗ്വേജ്. ബിക്കോസ് അവരുടെ ചുറ്റുപാടും അവർ ഒബ്സർവ് ചെയ്യുമ്പോൾ അവർ കേൾക്കുന്നത് ഈ ഒരു ലാംഗ്വേജാണ്. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് കുട്ടികളുടെ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ കുട്ടികൾ ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് പഠിച്ചു തുടങ്ങും. അതുപോലെ തന്നെ കുട്ടികളുടെ ഹയർ ഓർഡർ തിങ്കിങ്ങിനും കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു നേറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്യാനും അവരുടെ കൾച്ചർ മനസ്സിലാക്കാനും ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് കൊണ്ട് പറ്റാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ പൊതുവെ ഈ ഒരു ഒരു ഹോം ലാംഗ്വേജിൽ അല്ലെങ്കിൽ കുട്ടികളെ മദർ ടങ്ങിൽ പഠിപ്പിക്കുകയാണ് കുട്ടികൾ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്ത് പെട്ടെന്ന് കുട്ടികൾ പഠിക്കാൻ പറ്റുക. ബിക്കോസ് ഇപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മദർ ടങ് പറഞ്ഞിരുന്നു, നിങ്ങൾ അതിൽ അതേപോലെ ഇത് മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. ഒരു ഫോറിൻ ലാംഗ്വേജിൽ കുട്ടികൾ കാര്യം പഠിക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് ആ സെയിം കാര്യം ആ കുട്ടിയുടെ മദർ ടങ് അല്ലെങ്കിൽ ഹോം ലാംഗ്വേജ് ഏതാണോ അതിൽ പറഞ്ഞാൽ കുട്ടി കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഹോം ലാംഗ്വേജിൻ്റെ. ഓക്കെ, അപ്പം ഈ ഒരു ഹോം ലാംഗ്വേജ് എന്ന് വെച്ചാൽ കുട്ടികളെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, വീട്ടിൽ നിന്നും അങ്ങനെയൊക്കെ പഠിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ലാംഗ്വേജും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എല്ലാവരും മലയാളം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്രൊണൗൺസിയേഷനും ഡിഫറൻസ് ആണല്ലോ. അത് ഓരോ വീടും
കാര്യങ്ങളൊക്കെ അതിന് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ സിഗ്നിഫിക്കൻസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതിൽ പറയേണ്ട കാര്യമാണ് സെക്കൻഡ് ലാംഗ്വേജ് അഥവാ സ്കൂൾ ലാംഗ്വേജ്. അപ്പം സെക്കൻഡ് ലാംഗ്വേജ് അഥവാ സ്കൂൾ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഈ ഒരു സ്കൂളിങ് തുടങ്ങുമ്പോഴൊക്കെയാണ് കുട്ടികൾ ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ സ്കൂൾ ലാംഗ്വേജ് എന്നൊക്കെ പറയും. അതൊരിക്കലും നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് അല്ല, കുട്ടികൾ അഡീഷണലായിട്ട് ഒരു എക്സ്ട്രാ ലാംഗ്വേജ് പഠിക്കുന്നതാണ്. ഇതിലൊരു ഫോറിൻ ലാംഗ്വേജ് കുട്ടികൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരു കുട്ടി ഫസ്റ്റ് ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം, അതായത് ആ കുട്ടിയുടെ ഫസ്റ്റ് ലാംഗ്വേജിന് ശേഷമാണ് ആ കുട്ടി ഒരു സെക്കൻഡ് ലാംഗ്വേജ് എഫേർട്ട് എടുത്ത് പഠിക്കുന്നത്. അപ്പം അതിന് സ്കൂളിൽ ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ പലപ്പോഴും ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജ്, ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുമ്പോഴും ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. അപ്പം അതൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യമാണ് സിഗ്നിഫിക്കൻസ് ഓഫ് സെക്കൻഡ് ലാംഗ്വേജ്. സെക്കൻഡ് ലാംഗ്വേജിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോറിൻ ലാംഗ്വേജ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ലാംഗ്വേജ് ലേണിംഗ് ഈസ് ഓൾസോ എ സ്കിൽ. നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുക എന്ന് വെച്ചാൽ അതും ഒരു സ്കില്ലാണ്. അപ്പം അങ്ങനെ നമ്മളൊരു ലാംഗ്വേജ് എഫേർട്ട് എടുത്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ നന്നായിട്ട് നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലാംഗ്വേജ് ലേണിംഗ് എന്നുള്ള സ്കില്ല് നമുക്കുണ്ട് എന്നാണ്. അപ്പോൾ കുറച്ചുകൂടി നമ്മുടെ ബ്രെയിന് നല്ല രീതിയിൽ ഫങ്ഷൻ ആവും, നമുക്ക് ഈ ഒരു മെമ്മറി കപ്പാസിറ്റി കൂടാനും ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് ഇപ്പോൾ ഇന്ന് ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ആണല്ലേ. അപ്പോൾ നമ്മൾ ലോകത്ത് എവിടെ പോയാലും ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് കൊണ്ട് നമുക്ക് ഏറെക്കുറെ പിടിച്ച് നിൽക്കാൻ പറ്റും. അപ്പം ഈ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് മനസ്സിലാക്കാനും ഡിഫറെൻറ്റ് കൺട്രീസിൽ പോകാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാനും ഒക്കെ ഇത് ഈ ഒരു ലാംഗ്വേജ് ലേണിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് അപ്പോൾ നമുക്ക് ഗൈഡിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് തന്നെ ഓരോ സ്ഥലത്തേക്ക് പോകാനും ഓരോ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ നമുക്കതിന് പറ്റും. അപ്പം അതൊക്കെ എന്താണ്, നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ കേട്ടോ. അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സെക്കൻഡ് ലാംഗ്വേജിൻ്റെ സിഗ്നിഫിക്കൻസിൽ എനിക്ക് ഇൻക്ലൂഡ് ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്, എല്ലാം ഒന്നും ആവശ്യമില്ല, കുറച്ച് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, പിന്നെ ഒരു കൺക്ലൂഷൻ വെച്ചിട്ട് നിങ്ങൾ നിർത്തുക. പിന്നെ അതുപോലെ തന്നെ ഇതൊരു 5 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക, ഡിഫറൻസ് ബിറ്റ്വീൻ ഹോം ലാംഗ്വേജ് ആൻഡ് സ്കൂൾ ലാംഗ്വേജ്. 5 മാർക്സിനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് ഈ ബോക്സ് വരച്ചാൽ മതി. ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങളത് ഇപ്പോൾ എസ്സേ ആയിട്ട് എഴുതുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഇതുപോലെയുള്ള ഡിഫറൻസിയേഷൻ കോളം വരച്ചിട്ട് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പക്ഷേ പോയിൻറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം ഇത് പഠിക്കുന്നവരെന്ത് ചെയ്യുക, ഈ ബോക്സ് മാത്രം പഠിക്കുക. 5 മാർക്സിന് വെച്ചത് അങ്ങനെ എഴുതാം, 10 വെച്ചതൊന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി. സോ ഈ ബോക്സ് മാത്രം പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 72 കൃത്യമായിട്ട് ഈ ബോക്സ് ഉണ്ട്, അത് നോക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, സോ അത് നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിങ് ലാംഗ്വേജ് പ്രൊഫഷൻസി. ഇതും സിമ്പിൾ ടോപ്പിക്കാണ്, കുറച്ച് ലെങ്തി ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തു എന്നേ ഉള്ളൂ, പക്ഷേ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ വെറുതെ അത് നല്ല രീതിയിൽ പ്രൊഫഷൻസി കാര്യങ്ങൾ ഉണ്ടാവില്ല, നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഒരു എഫേർട്ട് എടുത്തിട്ട് വേണം അത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസിലൂടെയാണ് നമുക്ക് ലാംഗ്വേജ് മെയിനായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ അതിലൊന്നാണ് ഡ്രാമ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഡ്രാമ എന്ന് വെച്ചാൽ ഒരു ക്രിയേറ്റീവ് ഫോം ഓഫ് ലേണിംഗ് ആണ് ഡ്രാമ. അതായത് ഇപ്പം നമ്മൾ പലപ്പോഴും സ്കൂളുകളിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണല്ലേ, എന്തെങ്കിലും ഒരു സ്റ്റോറി കാര്യങ്ങൾ കൊടുക്കും, ഇപ്പോൾ കുട്ടികളോട് അതിലെ ഡയലോഗ്സ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓരോ ക്യാരക്ടേഴ്സിന് ഓരോ ഡയലോഗ്സൊക്കെ കൊടുത്ത് ഒരു പക്ക ഡ്രാമയായിട്ട് അതെന്ത് ചെയ്യാം, അത് ചെയ്യാൻ പറയും. സോ അപ്പം ഡ്രാമ 1 മിനിറ്റ്. സോ അപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഡ്രാമയാണ്. ഇപ്പോൾ ഡ്രാമ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ക്രിയേറ്റീവ് ഫോം ഓഫ് ലേണിംഗ് ആണല്ലേ. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു സോങ് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറി കൊടുത്താൽ അതിനൊരു ഡ്രാമയായിട്ട് എഴുതാം. അപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ കുറച്ചുകൂടി അതിനെക്കുറിച്ച് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും കുട്ടികൾ തമ്മിൽ, അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് അത് ചെയ്യുക, അപ്പം അവർ ഒരു കോപ്പറേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഓരോ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനൊക്കെ ഉള്ളൊരു വഴി നമ്മൾ ഈ ഡ്രാമയിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ത്രൂ ഡ്രാമ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളുടെ ഈ ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഡ്രാമയ്ക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് കുട്ടികളുടെ കുട്ടികളുടെ ഒരു സ്പീച്ച് ഹാബിറ്റ്സ്, പ്രൊനൗൺസിയേഷൻ, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള അവരുടെ
ഒരു എന്താ പറയുക അവരുടെ ഒരു ഇതും കൂടിയാണല്ലോ, ഒരു ആർട്ടിസ്റ്റിക് സംഭവം കൂടിയാണല്ലോ ഒരു ഡ്രാമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുപോലെയുള്ള കുട്ടികളുടെ ആ ഒരു കഴിവിനെ മനസ്സിലാക്കാനും, ബിക്കോസ് പിന്നെ അതുപോലെ തന്നെ ഡ്രാമ എന്ന് വെച്ചാൽ നമുക്ക് നോക്കി പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓൾറെഡി ബൈ ഹാർട്ട് ചെയ്തിട്ടൊക്കെ പറയണം. അപ്പോൾ അത് കുട്ടികൾ മെമ്മറൈസേഷൻ കൂട്ടാനും ഒരു സ്റ്റോറി നല്ല രീതിയിൽ മനസ്സിലാക്കാനും എല്ലാ കുട്ടികൾക്ക് അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒന്നുകൂടെ ഇപ്പോൾ ഒരു സ്റ്റോറി ഡ്രാമ ആക്കാന്ന് വെച്ചാൽ ഒരു ക്രിയേറ്റീവ് സൈഡ് വേണം അല്ലേ, കുട്ടികൾക്ക് ക്രിയേറ്റീവ് ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡ്രാമയെക്കുറിച്ച് എഴുതാൻ പറ്റും. പിന്നെ അതിൽ വരുന്നതാണ് എസ് എ മീൻസ് നമുക്കറിയാം ഒരു ചെറിയ കാര്യത്തിൽ നമ്മൾ വലുതായിട്ട് എഴുതുന്നതിനാണ് എസ് എന്ന് പറയാം അല്ലേ. അതായത് കുറച്ചുകൂടിയും ഒരു ക്വാളിറ്റിയിൽ നമുക്ക് അതിനൊന്ന് വലുതാക്കിയിട്ടാണ് നമ്മൾ എസ് എയിൽ എഴുതുക. അപ്പം ഒരു നല്ലൊരു ക്വാളിറ്റി റീഡേഴ്സിനാണ് നന്നായിട്ട് ഒരു എസ് എ ഉണ്ടാക്കാൻ പറ്റുക. ബിക്കോസ് റൈറ്റിംഗ് എന്താണ് നല്ലൊരു സ്കില്ലാണ്. ബിക്കോസ് നല്ലൊരു ലാംഗ്വേജ് ഉള്ളവർക്ക് മാത്രമേ നല്ല രീതിയിൽ അതിൻ്റെതായ രീതിയിലുള്ള എസ്സേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഇതാണ് ഇപ്പോൾ എസ്സേയിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ബുക്സ്, അക്കാദമിക്സ്, ആർട്ടിക്കിൾസ്, ജേർണൽസ് ഒക്കെ നമുക്ക് ഈ ഒരു വായിക്കാൻ അതൊക്കെ നല്ലതാണ്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് നല്ല ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അപ്പോൾ അത് നിങ്ങൾക്ക് എസ്സേയിൽ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ടെല്ലിംഗ് ഈസ് ബേസിക്കലി പ്രസൻറ്റേഷനെയാണ് നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു കാര്യം ടീച്ചർ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു സ്റ്റോറി ആയിട്ട് നെരേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ക്ലാസ് റൂമിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ കുറച്ചുകൂടി അതിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലൊരു ചാപ്റ്റർ എടുത്തു, അപ്പോൾ കുട്ടികളോട് നമ്മൾ അത് ഒരു സ്റ്റോറി പോലെ പറയാൻ പറയുന്ന സമയത്ത് എത്രത്തോളം അത് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാവാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് കുട്ടികൾക്ക് എന്താണ് ഒരു പോസിറ്റീവ് ലേണിംഗ് ആറ്റിറ്റ്യൂഡ് കൊടുക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതിനുശേഷം വരുന്നതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. നമുക്ക് ഓൾറെഡി അറിയാം, ഗ്രൂപ്പ് ഡിസ്കഷൻ നമുക്കറിയാം. കുറച്ച് കുട്ടികളെ നമ്മളിങ്ങനെ ഗ്രൂപ്പാക്കി ഇരുത്തിയിട്ടാണ് ഓരോ ടോപ്പിക് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ കുട്ടികൾക്കും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രൂപ്പ് എടുക്കും. അതായത് ഒരു ഇതിലെല്ലാം എബോവ് ആവറേജ് അല്ലെങ്കിൽ എല്ലാം ബിലോ ആവറേജ് അങ്ങനെയല്ല, അത് മിക്സ് ചെയ്തിടും. അപ്പോൾ എന്താണ് ഓരോ കുട്ടികൾക്കും ഓരോരോ കഴിവുണ്ടായിരിക്കും, ഓരോരോ പോയിന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു ഡിസ്കഷൻ വരും. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് ഗ്രൂപ്പ് സ്റ്റഡി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സ്റ്റഡീസിന് കാര്യങ്ങൾക്കൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് കുട്ടികളുടെ ഇടയിൽ തന്നെ അവരുടെ ഐഡിയാസ് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് അവരുടെ വ്യൂസ് കാര്യങ്ങൾ പറയാനൊക്കെ ഉള്ള ഒരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നമുക്ക് ഗെയിംസ് പോലെ നടത്താം. അതുപോലെ തന്നെ പ്രൊജക്ട്സ്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, 5-6 പേരുള്ള ഗ്രൂപ്പായി തിരിക്കുക. അതിൽ ഡിഫറെൻറ്റ് ലെവലുള്ള കുട്ടികളെ വേണം. അതുപോലെ തന്നെ ഓരോ കുട്ടികൾക്കും ഒരു കുട്ടി ആങ്കർ ചെയ്യുന്നു, മറ്റു കുട്ടിയെ പ്രസൻറ്റ് ചെയ്യുന്നു, ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ആ രീതിയിൽ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് കൊടുത്ത് എല്ലാ കുട്ടികളെയും എൻഗേജ് ചെയ്യുന്ന പോലെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് കാര്യങ്ങൾ നടത്തുക കേട്ടോ, എല്ലാവരുടെ പോയിൻറ്റ്സിനും വാല്യൂ കൊടുത്തിട്ട്. അപ്പം അതൊക്കെയാണ് ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഇമ്പോർട്ടൻസിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പിയർ ട്യൂട്ടറിങ്. അതായത് നമ്മൾ പറയാറുണ്ടല്ലേ, പലപ്പോഴും കുട്ടികളെ തന്നെ പഠിപ്പിക്കുമ്പോഴാണ് അവർ പെട്ടെന്ന് പഠിക്കുക. അപ്പോൾ എക്സാം സമയത്തൊക്കെ നമ്മളെ ഫ്രണ്ട്സ് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പഠിക്കുന്ന പോലെ. അപ്പോൾ ഇതെന്താണ്, ടീച്ചേഴ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുട്ടികളിടയിൽ നിന്ന് ഒരു കുട്ടിയെ നല്ലൊരു കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികൾ എന്ത് ചെയ്യാം, കുട്ടികൾ തന്നെ പഠിപ്പിക്കുന്ന രീതിയിൽ ആവുക. അപ്പോൾ ടീച്ചേഴ്സ് അത് മോണിറ്റർ ചെയ്യണം, അതിനെ ഹെൽപ്പ് ചെയ്യണം അങ്ങനെ. അപ്പം ഇതിലൂടെ വെച്ചാൽ കുട്ടികളെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ അവരുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാനും എല്ലാത്തിനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടിക്ക് ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കാനും മറ്റു കുട്ടികൾക്ക് അതൊന്ന് മനസ്സിലാക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പിയർ ട്യൂട്ടറിങ് എന്താണ്, നല്ലൊരു മെത്തേഡാണ്. അപ്പം ഈ ഒരു പിയർ ട്യൂട്ടറിങ് മോഡൽസ് ആണ് പറയുന്നത്. ക്ലാസ് വൈഡ് പിയർ ട്യൂട്ടറിങ് ഉണ്ട്, ക്രോസ് ഏജ് പിയർ ട്യൂട്ടറിങ് ഉണ്ട്, പിയർ അസിസ്റ്റഡ് ലേണിംഗ് സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. നമ്മൾ നെക്സ്റ്റ് പോർഷൻ ഓഫ് ദി ചാപ്റ്റർ ഈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ്, ലൈക്ക് എക്സ്പോസിറ്ററി ടെക്സ്റ്റ്, നെറേറ്റീവ് ടെക്സ്റ്റ് അങ്ങനെ. അപ്പോൾ നമ്മളിതിൽ ഓരോന്നും എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പാരിസൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ആ കമ്പാരിസൺ മാത്രം നോക്കുന്നതാണ്. അപ്പം ഇതിന് ഇപ്പോൾ ഇലാബറേറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് അറിയുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ഇത് എഴുതാൻ പറ്റും. അപ്പം എക്സ്പോസിറ്ററി ടെസ്റ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു കാര്യം എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഒക്കെ അത് എക്സ്പ്രസ് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ എക്സ്പോസിറ്ററി ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
അപ്പോൾ അത് നോക്കുക. അതായത് ഒരു ഫാക്ച്വൽ അല്ലെങ്കിൽ ഒരു ഫാക്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു എക്സ്പോസിറ്ററി ടെസ്റ്റിൽ പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ എക്സ്പോസിറ്ററി ടെസ്റ്റിൽ മെയിനായിട്ട് ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഫാക്ട്സ് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ പർപ്പസും കൂടിയാണ് ഒരു ഇൻഫർമേറ്റീവ് ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഈ ഒരു എക്സ്പോസിറ്ററി ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻഫർമേഷൻ പാസേജും കൂടിയാണ്. അപ്പോൾ ഇൻഫർമേഷൻസ് മേ ബി കോംപ്ലെക്സ് ആവാം, സിമ്പിൾ ആവാം. ഒരിക്കലും സിമ്പിൾ ആവും നമുക്ക് പറയാൻ പറ്റില്ല, അതിൽ കോംപ്ലെക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പോസിറ്ററി ടെസ്റ്റിൽ നമുക്ക് മെയിനായിട്ട് പറയുന്നത്. പിന്നെ എക്സ്പോസിറ്ററി ടെസ്റ്റ് എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിലൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫിസിക്സിൽ ഒരു തിയറി പഠിക്കുകയാണെങ്കിൽ അത് ആ സയൻറ്റിസ്റ്റ് എങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ പഠിക്കണമല്ലോ അല്ലേ. അപ്പോൾ അതൊരു ഫാക്റ്റാണ്. അപ്പോൾ അതൊക്കെയാണ് എക്സ്പോസിറ്ററി ടെസ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അതിനെ തന്നെ നമുക്ക് നെഗറ്റീവ് ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഒരു കാര്യത്തിന് നമ്മൾ നെരേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് നെഗറ്റീവ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ലൈക്ക് എ സ്റ്റോറി. ഇപ്പം ഒരു സ്റ്റോറിയിൽ എന്താ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവും, ഒരു മിഡിൽ ഉണ്ടാവും, ഒരു എൻഡ് ഉണ്ടാവും അല്ലേ. അപ്പം അതെന്താണ് ഒരു പെർഫെക്റ്റ് ഒരു എൻഡുള്ള അങ്ങനെ ഒരു പെർഫെക്റ്റായിട്ട് എൻഡ് ചെയ്യുന്ന സ്റ്റോറി. അതൊക്കെയാണ് നമ്മൾ നെഗറ്റീവ് ടെസ്റ്റിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ. പലപ്പോഴും ഇതൊരു സ്റ്റോറി ടെല്ലിംഗ് ഫോമാറ്റിലാണ് നെഗറ്റീവ് ടെക്സ്റ്റ് ഉണ്ടാവുക. അതായത് ഓരോ കാര്യങ്ങൾ നെറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വീട് പറയുകയാണെങ്കിൽ ആ വീട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ക്യാരക്ടറിനെ പറയുകയാണെങ്കിൽ ക്യാരക്ടറിൻ്റെ എന്താണ് സൈസ് എങ്ങനെയാണ്, അയാളുടെ ഡ്രസ്സ് എന്തൊക്കെയാണ്, അയാളുടെ മുടി എങ്ങനെയാണ്, ലാംഗ്വേജ് എങ്ങനെയാണ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ കഥയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യൂലേ. അപ്പോൾ അതൊക്കെയാണ് നെഗറ്റീവ് ടെസ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. പൊതുവേ ഈ ഒരു നെഗറ്റീവ് ടെസ്റ്റ് വെച്ചാൽ സിമ്പിൾ ഇൻഫർമേഷൻസ് ആണ്. അതായത് ലൈക്ക് സ്റ്റോറീസ് പോലെയുള്ള സിമ്പിൾ കാര്യങ്ങളാണ് ഒരു നെഗറ്റീവ് ടെസ്റ്റിൽ ഉണ്ടാവുക കേട്ടോ. അപ്പം അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. മെയിനായിട്ട് നെഗറ്റീവ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഈ സ്റ്റോറീസ്, നോവൽസ് അതൊക്കെയാണ് മെയിനായിട്ട് നെഗറ്റീവ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ലെഷർ പർപ്പസ്. അതായത് നമുക്ക് ഒഴിവ് സമയങ്ങളിലൊക്കെ വായിക്കാനുള്ള ഒരു പുസ്തകം പോലെ, നോവൽ പോലെ, ഇതൊക്കെയാണ് നെഗറ്റീവ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്രയാണ് ആ ഒരു ഇതിൽ പറയാനുള്ളത്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസാക്ഷണൽ വേഴ്സസ് റിഫ്ലക്റ്റീവ് ടെസ്റ്റ്. സോ ട്രാൻസാക്ഷണൽ വേഴ്സസ് റിഫ്ലക്റ്റീവ് ടെസ്റ്റ് എന്തെന്ന് വെച്ചാൽ, ഇപ്പം ട്രാൻസാക്ഷണൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു റെസ്പോൺസ് ആവാം. അതായത് ഒരു കാര്യത്തിനെ കുറിച്ചുള്ള നമ്മുടെ റെസ്പോൺസാണ് നമ്മൾ മെയിനായിട്ടും ഒരു ട്രാൻസാക്ഷണൽ ടെസ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു നമ്മുടെ ഒരു റിപ്ലൈ കാര്യങ്ങളൊക്കെ ലെറ്റേഴ്സ് ഫോമിലോ ഇമെയിൽസ് ഫോമിലോ അല്ലെങ്കിൽ ട്രാവലോഗ് ഫോമിലൊക്കെ എഴുതുന്നതിനെയാണ് ട്രാൻസാക്ഷണൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും ഇതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ ഒരു വ്യൂസ് കാര്യങ്ങളൊക്കെ ഒരാളിത് മറ്റൊരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസിലാണ് മെയിനായിട്ടും ഈ ഒരു ട്രാൻസാക്ഷണൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. മെയിനായിട്ടും അതിൻ്റെ ഒരു പർപ്പസ് അതാണ്. അതുപോലെ തന്നെ ഈ ട്രാൻസാക്ഷണൽ ടെസ്റ്റ് ഒരു മെസ്സേജ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളൊരു സിമ്പിൾ റിട്ടേൺ സ്റ്റൈലിൽ എഴുതുന്നതിനെയാണ് ട്രാൻസാക്ഷണൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് മനസ്സിലാക്കാനും നമുക്കൊരു ഒരാൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാനും കുറച്ചുകൂടി ഈസിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻസ് റിയൽ ആയിരിക്കണം. ഇതൊക്കെയാണ് ട്രാൻസാക്ഷണൽ ടെസ്റ്റിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പം അതിൻ്റെ തന്നെ റിഫ്ലക്റ്റീവ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പോൾ ഒരു എസ്സേയുടെ ഫോമിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് റിഫ്ലക്റ്റീവ് ടെക്സ്റ്റ് എന്ന് പറയാം. അതായത് ഇപ്പം ഒരു കാര്യത്തിൽ എനിക്കതെങ്ങനെ ഫീൽ ചെയ്തു, ഒരു പേഴ്സണൽ ഫീലിങ്സ്, അതായത് ഒരു കാര്യം എനിക്കെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു, ഒരു പേഴ്സണൽ ഫീലിങ്സിനും കൂടെ സ്പേസ് കൊടുത്ത് എഴുതുന്നതാണ് റിഫ്ലക്റ്റീവ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം റിഫ്ലക്റ്റീവ് ടെസ്റ്റ് എന്ന് വെച്ചാൽ അവിടെ പുറത്തുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം ഒരു ഔട്ട്സൈഡ് വേൾഡിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതായത് മേ ബി നമുക്ക് ഒരു കോംപ്ലെക്സ് സ്റ്റൈലിലൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു റിഫ്ലക്റ്റീവ് ടെക്സ്റ്റ് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഇത് ഓരോരുത്തരുടെ ഇമാജിനേഷനിൽ ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫിസിയോളജിക്കൽ കാര്യങ്ങളൊക്കെ എഴുതുന്ന പോലെ ഇപ്പം ഒരു ഇമാജിനേഷൻ ഉണ്ടായിരിക്കും. അപ്പം ഒരു ഇമാജിനേഷൻ എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു വ്യൂസ് കാര്യങ്ങളാവില്ലല്ലോ നിങ്ങൾക്കില്ലേ. അപ്പം അത് ഓരോരുത്തരുടെ ഇമാജിനേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അപ്പോൾ അത് എല്ലാവരുടെ കാര്യങ്ങളും മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് അത് കുറച്ച് കോംപ്ലെക്സ് ആണെന്ന് നമ്മൾ പറയുന്നത്. സോ അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ ഈ 4 ടെക്സ്റ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ലാംഗ്വേജ് സ്കിൽസ് ആൻഡ് ലിറ്ററസി സ്കിൽസ് ആണ്. എങ്ങനെയൊക്കെ നമുക്ക് ലാംഗ്വേജ് സ്കിൽസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ ലാംഗ്വേജ് സ്കിൽസ്, ലിറ്ററസി സ്കിൽസ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോളേജ് ഇമ്പ്രൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് നോളേജ് എന്ന് വെച്ചാൽ നമ്മൾ ഡിഫറെൻറ്റ് കാര്യങ്ങൾ വായിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് ഡിഫറെൻറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക. മെയിനായിട്ടും റീഡിങ്ങിലൂടെയാണ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോളേജ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക.
അതുപോലെ തന്നെ ജനറേറ്റിംഗ് ആൻഡ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ, കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെയാണ് മേക്കിംഗ് ഇൻഫറൻസസ്. ഇൻഫറൻസസ് എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തിലേക്ക് എന്താണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുക. ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ ആ ഇൻഫർമേഷൻ വെച്ചൊരു കൺക്ലൂഷൻ ഉണ്ടാക്കുക. ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, 1 മിനിറ്റ്. ഹലോ, ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ. സോ അപ്പം അതാണ് അതെല്ലാം മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രെഡിക്റ്റിംഗ്. സോ പ്രെഡിക്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു കാര്യത്തിന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുള്ളൂ അല്ലേ? അതൊരു ഇൻഫർമേഷൻ, ഒരു ടെക്സ്റ്റ് വായിച്ചിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. ഒരു സ്റ്റോറി വായിച്ച് അതിൻ്റെ എൻഡിൽ എന്താവും അങ്ങനെയൊക്കെ. ഇപ്പോൾ ഒരു ഗുഡ് റീഡേഴ്സിന് നല്ല രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റോറീസ് കാര്യങ്ങൾ വായിക്കുന്നതൊക്കെ ഇപ്പോൾ ചില മൂവീസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യില്ല ഇതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും. അതെന്തുകൊണ്ട് നമ്മൾ അത്രയും അത് വാച്ച് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം പൊതുവെ ഇതിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതുപോലെ ഒരുപാട് ബുക്സൊക്കെ വായിക്കുന്നവർക്ക് ഈസി ആയിട്ട് ഓരോ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ അതും എന്താണ്, നല്ലൊരു റീഡേഴ്സിന് മാത്രമേ പ്രെഡിക്റ്റിംഗ് ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ സമ്മറൈസിങ്ങും നല്ലൊരു ലാംഗ്വേജ് സ്കിൽസ് അല്ലെങ്കിൽ ലിറ്ററസി സ്കിൽസ് ആണ്. അതായത് നമ്മളൊരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ അതിന് നല്ല ക്വാളിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് സമ്മറൈസ് ചെയ്യാൻ പറ്റുക. അപ്പം അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ സമ്മറൈസ് ചെയ്യാൻ പറ്റുന്നതും ഒരു സ്കില്ലാണ്. അതുപോലെ തന്നെ വിഷ്വലൈസിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കാര്യം, ഒരു സ്റ്റോറി വായിക്കുന്ന സമയത്ത് നമ്മളത് ഒരു മൂവി പോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അതിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും അപ്പോൾ അതിലെ ഫീച്ചേഴ്സ് വെച്ച് നമ്മൾ അവർക്കൊരു ഫേസ് കൊടുക്കുന്നു, നമ്മൾ അവരെ വിഷ്വലൈസ് ചെയ്യുന്നു. സോ അതും എന്താണ്, ഒരു സ്കില്ലാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് അതിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ കോംപ്രഹെൻഷൻ മോണിറ്ററിങ്. യെസ്, ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതായത് ഈ ലാംഗ്വേജ് സ്കിൽസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക. ഹെഡിങ്സ് മെയിനായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹെഡിങ്സ് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ബാക്കി നിങ്ങൾ താഴെ എന്ത് എഴുതിയാലും അതൊന്നും അത്രയ്ക്ക് നോക്കില്ല, അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല. സോ നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ലാംഗ്വേജ് സ്കിൽസിൽ ഫസ്റ്റ് പറയുന്നത് വെച്ചാൽ നമുക്ക് എങ്ങനെയൊക്കെ ലാംഗ്വേജ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ്. അപ്പോൾ മെയിനായിട്ട് അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ബാക്ക്ഗ്രൗണ്ട് നോളേജ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. അതായത് കൂടുതൽ റീഡ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റീഡർക്കാണ് നല്ല രീതിയിൽ വേറെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. ഇപ്പം നല്ലൊരു നോവൽ റൈറ്റർ ആണെങ്കിലും അവർക്ക് നല്ലൊരു കാര്യം, ഐ മീൻ അവർക്കൊരു നോവൽ എഴുതാൻ ഒരുപാട് റീഡ് ചെയ്യും അല്ലേ. ഇപ്പോൾ ഒരു സ്റ്റോറി റൈറ്റർ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വായിച്ചതിന് ശേഷമാണ് സ്റ്റോറീസ് കാര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പം അതൊക്കെയാണ് അതിൽ മെയിനായിട്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോളേജ് ഇമ്പ്രൂവ് ചെയ്താൽ നമുക്ക് നല്ലൊരു ലാംഗ്വേജ് സ്കിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് ഇപ്പം ഒരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, കൂടുതൽ ഇൻഫർമേഷൻസ് കണക്ട് ചെയ്യുക. അതും എന്താണ്, നല്ലൊരു റീഡർക്ക് പറ്റിയ കാര്യം, അതൊരു ലാംഗ്വേജ് സ്കില്ലാണ്. അതുപോലെ തന്നെ മേക്കിംഗ് ഇൻഫറൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ കൺക്ലൂഷൻ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു 2 ലൈൻസ് കേട്ടാൽ ബാക്കി നമുക്ക് എഴുതാൻ പറ്റുക. ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണ് ഏതെങ്കിലും കഥയുടെ സ്റ്റാർട്ടിങ്ങോ എൻഡിങ്ങോ കൊടുത്തിട്ട് ബാക്കി അവരോട് ഉണ്ടാക്കാൻ പറയാം. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ എന്ത് പറ്റും, ലാംഗ്വേജ് സ്കിൽസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ കേട്ടോ. ഓക്കെ. അതുപോലെ അതിൻ്റെ അടുത്ത ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് അക്കാദമിക് ലാംഗ്വേജ് ആൻഡ് സോഷ്യൽ ലാംഗ്വേജ് എന്നുള്ള ഒരു കാര്യം. അപ്പം അക്കാദമിക് ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളിപ്പം സ്കൂളുകളിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്കാദമിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസിനെയാണ് നമ്മൾ അക്കാദമിക് ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ക്ലാസ് റൂംസിലൊക്കെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്കാദമിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ക്ലാസ് റൂമിൽ നമ്മുടെ മെയിനായിട്ടുള്ള പഠിത്തത്തിനും കാര്യത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു അക്കാദമിക് ലാംഗ്വേജ് ആണ്. അപ്പോൾ തന്നെ സോഷ്യൽ ലാംഗ്വേജിന് ഉദ്ദേശം വെച്ചാൽ നമ്മളിപ്പം നമ്മൾ സൊസൈറ്റിയിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. ഹലോ ഹലോ ഹലോ
അതെന്ന് കിട്ടൽ അർജന്റ് ആണോ? ഇനിയിപ്പോൾ അടുത്ത ദിവസം പോകുമ്പോൾ മതി. അക്കാദമിക് ലാംഗ്വേജ് എന്നുള്ള കോൺസെപ്റ്റാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം സോഷ്യൽ ലാംഗ്വേജിൽ നമ്മൾ പറഞ്ഞു, അതായത് മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് സോഷ്യൽ ലാംഗ്വേജ്. അപ്പോൾ നമ്മുടെ എവരിഡേ കോൺവെർസേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സോഷ്യൽ ലാംഗ്വേജ് ആണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനോട് ഫാമിലീസിനോടൊക്കെ സംസാരിക്കാനും ഈ സോഷ്യൽ പർപ്പസിന് സംസാരിക്കാനൊക്കെ നമ്മൾ ഈ സോഷ്യൽ ലാംഗ്വേജ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് സോഷ്യൽ ലാംഗ്വേജ് ഭയങ്കര ഇൻഫോർമൽ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് ഹായ്, കൂൾ, ഗൈസ് എന്നൊക്കെ വരുന്ന പോലെ ഭയങ്കര ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് സോഷ്യൽ ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഡിഫറെൻറ്റ് സ്ലാങ്, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ ഭയങ്കര ഡിഫറെൻറ്റ് സ്ലാങ്ങിലൊക്കെ അങ്ങനെയൊക്കെ നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു സോഷ്യൽ ലാംഗ്വേജിൽ ഡിഫറെൻറ്റ് സ്ലാങ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സോഷ്യൽ ലാംഗ്വേജ് ഇപ്പോൾ ഒരു മെയിനായിട്ടും ഒരു ഗ്രാമർ ഓറിയൻറ്റഡ് ആവണമെന്നില്ല. അത് നമുക്ക് റിപ്പീറ്റേറ്റീവ് വേർഡ്സ് യൂസ് ചെയ്യാം, ഫുൾ ഗ്രാമർ കംപ്ലീറ്റ് ആവണമെന്നില്ല, ഡിഫറെൻറ്റ് ഫ്രേസസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫുൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഫുള്ളായിട്ട് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് കുട്ടിച്ചുകൊണ്ട് വിശക്കുണ്ടോ അങ്ങനെയൊക്കെയല്ല, അപ്പോൾ നിനക്ക് വിശക്കുന്നുണ്ടോ അങ്ങനെയൊന്നും കംപ്ലീറ്റ് ചെയ്തൊന്നുമല്ല നമ്മൾ ചോദിക്കുക അല്ലേ. അപ്പോൾ ഭയങ്കര ഇൻഫോർമൽ ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന ഒരു സോഷ്യലി നമ്മൾ ഭയങ്കര ആ സോഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് സോഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് കേട്ടോ. അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അക്കാദമിക് ലാംഗ്വേജ്, അക്കാദമിക് നമ്മൾ പറഞ്ഞു നമ്മൾ അക്കാദമിക്സിൽ യൂസ് ചെയ്യുന്ന, അതായത് ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, റിസർച്ച് പേപ്പേഴ്സിൽ, കോൺഫറൻസിൽ, നമ്മളിപ്പം സ്കൂളിൽ മെയിൽ അയക്കുമ്പോൾ അങ്ങനെ അതിലിപ്പോൾ ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നതൊക്കെയാണ് അക്കാദമിക് ലാംഗ്വേജ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രിൻസിപ്പൾക്ക് ഒരു മെയിൽ അയക്കണം, ഒരിക്കലും നമ്മളൊരു ഫ്രണ്ട്ലി മാനറിലാവില്ലല്ലോ, അത് ഭയങ്കര റെസ്പെക്റ്റോട് കൂടി ഫുൾ ആ ഒരു ഫോമാറ്റിലായിരിക്കും നമ്മൾ അയക്കുക അല്ലേ. അപ്പോൾ മെയിനായിട്ടും സ്കൂൾസിലും നമ്മളെ വർക്ക് പ്ലേസിലൊക്കെ ഉള്ളതാണ് ഈ ഒരു അക്കാദമിക് ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് കറക്റ്റായിട്ട് നല്ലൊരു കറക്റ്റ് ഒരു പ്രൊണൗൺസിയേഷൻ കാര്യങ്ങളുണ്ടായിരിക്കും, കറക്റ്റ് സെൻറ്റൻസ് കാര്യങ്ങൾ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതായത് ഗ്രാമാറ്റിക്കലി ആയിരിക്കണം ആ ഒരു കോൺവെർസേഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പം ഇതാണ് നമ്മൾ ഈ സോഷ്യൽ ലാംഗ്വേജ് അക്കാദമിക് ലാംഗ്വേജ് തമ്മിൽ ഡിഫറൻസ് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അത് 5 മാർക്സിനൊക്കെ ഏതെങ്കിലും ഒരു ഡിഫറൻസ് എന്തായാലും 5 മാർക്സിന് ചോദിക്കും. സോ അപ്പോൾ അതൊന്ന് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ലാസ്റ്റ് ടോപ്പിക്കാണ് ബിഗ് സ്കിൽസും കാൽപ് സ്കിൽസും. സോ ബിഗ് സ്കിൽസ് എന്ന് വെച്ചാൽ ബേസിക് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. അതുപോലെ കാൽപ് സ്കിൽ എന്ന് വെച്ചാൽ കൊഗ്നിറ്റീവ് അക്കാദമിക് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിഗ്സ് എന്ന് വെച്ചാൽ ബേസിക് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ കോമൺലി എന്താണ് ഒരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് ഒരു സോഷ്യലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെ അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെയാണ് നമ്മൾ ബിഗ് സ്കിൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ ഓർത്ത് വെക്കണം, 1 വേർഡിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ സോഷ്യൽ ലാംഗ്വേജിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഫ്രേസസ് യൂസ് ചെയ്യാം, നമുക്കൊരു ഫുൾ സെൻറ്റൻസ് വേണമെന്നില്ല, റിപ്പീറ്റ് ചെയ്തും ഒക്കെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് സോഷ്യൽ ലാംഗ്വേജ് എന്താണ് അത് തന്നെയാണ് ബിഗ് സ്കിൽസിലും നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അതുപോലെ ഒന്നാണ് കാൽപ് സ്കിൽസ്. കാൽപ് സ്കിൽസ് എന്ന് വെച്ചാൽ കൊഗ്നിറ്റീവ് അക്കാദമിക് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി എന്നാണ് കാൽപ്പോട് ഉദ്ദേശിക്കുന്നത്. ഫുൾ ഫോം പഠിച്ചു വെക്കണം, 1 വേർഡിന് ഇലാബറേറ്റ് ചെയ്തിട്ട് ചോദിക്കും. അതായത് നിങ്ങളിപ്പോൾ ഇങ്ങനെ എഴുതാൻ ചോദിക്കുന്നല്ല, ഓപ്ഷൻസിൽ തരും, അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ അത് 5 മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു അതിൻ്റെ ഇലാബറേഷൻ നിങ്ങൾക്കൊരു പോയിൻ്റൊക്കെ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പം കാൽപ് സ്കിൽസ് എന്ന് വെച്ചാൽ ഒരു അതായത് നമ്മൾ വിളിക്കുന്നൊരു ഭയങ്കര ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനൊക്കെ ഒരു കുറവുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാൽപ് സ്കിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഒരു കാൽപ്സ് എന്ന് വെച്ചാൽ കോണ്ടെക്സ്റ്റ് റെഡ്യൂസ്ഡ് ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ക്ലാസ് റൂംസിലൊക്കെ ഉള്ള കോണ്ടെക്സ്റ്റ് റെഡ്യൂസ്ഡ് ലാംഗ്വേജിനെയാണ് നമ്മൾ കാൽപ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് കൊഗ്നിറ്റീവ് അക്കാദമിക് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിപ്പം ഒരു ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ക്ലാസ് റൂമിലൊക്കെ ഒരു ലാംഗ്വേജ് വെച്ചാൽ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനൊക്കെ കുറവുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒന്നാമത് ടീച്ചേഴ്സ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ടീച്ചേഴ്സ് ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുന്നത് ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ബേസിക്കലി ആ കുട്ടിയുടെ അടുത്ത് നിന്നുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അല്ലേ. അപ്പം ഇതൊക്കെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതൊക്കെ. അപ്പോൾ മെയിനായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് അതിൽ നോക്കേണ്ടത്. ഓക്കെ, ബിഗ് സ്കിൽസും കാൽപ് സ്കിൽസും ഒക്കെ നോക്കുക. ജസ്റ്റ് ഹെഡിങ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ബാക്കി എല്ലാ കോൺസെപ്റ്റും ഈസിയാണ്. പിന്നെ ഓരോ ടെക്സ്റ്റും എന്താണെന്നൊന്ന് മനസ്സിലാക്കുക, അത് കൺഫ്യൂസ് ആവാതിരിക്കുക. ഓരോ ടെക്സ്റ്റും എന്താണെന്ന് മനസ്സിലാക്കുക കേട്ടോ.